വ്യത്യാസമുണ്ട്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ കുട്ടിയെ യാത്ര അയക്കുമ്പോ, ഗൾഫിലേക്കൊക്കെ യാത്ര അയക്കൂലേ? അല്ലേ? ഇവിടെ യാത്ര അയക്കലൊന്നുമില്ലേ? ഇല്ലേ? മുമ്പൊക്കെ ഭയങ്കര യാത്ര അയപ്പില്ലേ? അന്നൊക്കെ വിചാരിച്ച് ഗൾഫിൽ നിന്ന് വരുമ്പോ ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ തരുന്നു. പിന്നെ കിട്ടാതായപ്പോൾ ആൾക്കാർ നിർത്തിയതാണ് എനിക്ക് തോന്നുന്നത്. പോകുമ്പോ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് അസ്സലാമു അലൈക്കും ദോർക്കരട്ടെ അമ്മായി എന്നൊക്കെ പറഞ്ഞ് പോയി വരുമ്പോ ഒരു മഹ്ലൂക്കിനോട് മിണ്ടൂല. ആൾക്കാർ ഒരു ലാപ്ടോപ്പൊക്കെ പ്രതീക്ഷിക്കുന്നു, എന്നാലും ഒരു പെന്നെങ്കിലും കൊടുക്കണ്ടേ? അതും കൊടുക്കൂല. ഒരു സാംസങ് എന്താ നോട്ട് 6 എത്രയാണ് പറഞ്ഞത്? S6 അതൊക്കെ പ്രതീക്ഷിക്കണത്. ഒരു നോക്കിയന്റെ ചെറിയ ഫോണെങ്കിലും കൊടുത്തൂടെ? കഴിയുന്നവർ ഒന്നും ചെയ്യൂല. അപ്പൊ അതൊക്കെ മനസ്സിലായി ഇതിപ്പം പോകുന്ന നേരത്തെ ഉറപ്പി വെച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, അവൻ പോയിക്കോട്ടെ വന്നോട്ടെ, ഓനായി ഓന്റെ പാടായി. മുമ്പൊക്കെ ഒരു വലിയ യാത്രയായപ്പോൾ എയർപോർട്ടിലൊക്കെ വല്ലാതെ തിക്കും തിരക്കി. ഇപ്പൊ അങ്ങനെ തിക്ക് തിരക്കൊന്നുമില്ലല്ലോ. മുമ്പത്തെക്കാൾ എത്ര ആൾക്കാരൊക്കെ ഫ്ലൈറ്റ് ഇറങ്ങി വരുന്നത് കോഴിക്കോടൊക്കെ. ആ കണക്കിന് നോക്കിയാൽ ഒരു തിക്കും തിരക്കില്ല. നമുക്ക് യാത്ര അയക്കാൻ ഒരു ആവേശം ഉണ്ടായിരുന്നു, അത് പോയി. അതിന് വേറെ എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവും. ഞാൻ വെറുതെ തമാശ പറയാണ്. മനുഷ്യന്മാർ വല്ലാതെ പിഷ്കന്മാരായ കാലാണത്, സ്വന്തത്തിലേക്ക് ഒതുങ്ങിക്കൂടിയ കാലമാണ്. അപ്പോ ഏതായിരുന്നാലും വാപ്പ മകനെ യാത്ര അയക്കുകയാണ്. കച്ചവടത്തിനാ മകൻ പോണത്. മകൻ യാത്ര അയക്കാൻ വേണ്ടി പോകുമ്പോ ആ കച്ചവടക്കാരനായ വാപ്പ കച്ചവടക്കാരനായ മകനോട് പറയാ, ഗൾഫിൽ ബിസിനസ്സിനെ സങ്കല്പിക്കുക. ഇവിടുന്ന് പോകുമ്പോ വാപ്പ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? വാപ്പ പറഞ്ഞു, മോനെ യാ ബുനയ്യ, മോനെ നിന്റെ യാത്രയിൽ നിന്റെ പെങ്ങളുടെ അഭിമാനം നീ സൂക്ഷിക്കണം കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഉപദേശം, നിന്റെ യാത്രയിലെ ദുബൈക്ക് പോവാണ്, അല്ലെങ്കിൽ നീ സൗദിയിലേക്ക് പോവാണ്, നീ ബഹ്റൈനിലേക്ക് ഖത്തറിലേക്ക് പോവാണ്, നിന്റെ യാത്രയിൽ നിന്റെ പെങ്ങളുടെ അഭിമാനം സൂക്ഷിക്കണം കേട്ടോ. അന്നാരെ വാപ്പ, പെങ്ങൾ നിങ്ങളൊപ്പല്ലേ, ഓളിന്റെ കൂടെ പോരുന്നില്ലല്ലോ, അവളുടെ അഭിമാനം ഞാൻ സൂക്ഷിക്കേ എന്ന് മകൻ അത്ഭുതപ്പെട്ട് ചോദിച്ചു. വാപ്പ പറഞ്ഞു, നീ എത്ര ദൂരെയാണെങ്കിലും പെങ്ങളുടെ അഭിമാനം നീ സൂക്ഷിക്കണം കേട്ടോ. പെങ്ങളുടെ അഭിമാനം നീ സൂക്ഷിക്കണം. ആര്? ഒറ്റയ്ക്ക് യാത്ര പോകുന്ന മകൻ. നമ്മുടെ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ ഈ ചരിത്രം എഴുതി വെക്കാൻ കാരണം ഇതിൽ പാഠമുണ്ട്. അങ്ങനെ മകൻ യാത്ര പോയി. ഒരുപാട് ദിവസം കഴിഞ്ഞു. അയൽപക്കക്കാലത്ത് വയസ്സനായ ഒരു ഫക്കീറായ ഒരു പാവ മനുഷ്യനുണ്ട്. പാല് വിൽക്കുന്ന ആളാണ്, എന്നും പാല് കൊടുക്കുന്ന ആളാണ്, മിസ്കീനായ മനുഷ്യനാണ്. ആ മനുഷ്യൻ അടുക്കളയിൽ വരും, അവിടെ ഒന്ന് കയറും. വളരെ മിസ്കീനായ ഒരു പാവം, ഒരു വല്യാപ്പയാണ്, ഫക്കീറാണ്. അപ്പൊ പിന്നെ അവിടെ വലിയ സംശയങ്ങളൊന്നും ഇടയില്ലല്ലോ എന്ന് വിചാരിച്ചെന്ത് ചെയ്യും? വാതിൽ തുറന്നു വെക്കും. അയാൾ പാൽ അവിടെ അകത്ത് വെച്ചിട്ട് ഇറങ്ങിപ്പോകും. ഒരു ദിവസം ഈ ആള് ആ വീട്ടിലെ പ്രായപൂർത്തിയെത്തിയ പെണ്ണിനെ ഒന്ന് ചുംബിച്ചിട്ട് ഇറങ്ങിപ്പോയി. പടച്ചറബ്ബേ, ഈ പ്രായമുള്ള ഈ മനുഷ്യനെ ഈ പണി ചെയ്തല്ലോ. വാപ്പ ഇത് കണ്ടു. ഇയാളിത് ചെയ്യില്ല എന്നാ വിചാരിച്ചത്, ഇയാളിങ്ങനെ കാട്ടില്ല എന്നാ വിചാരിച്ചത്. മാസങ്ങൾ കഴിഞ്ഞ് മകൻ തിരിച്ചു വന്നപ്പോ വാപ്പ ചോദിച്ചു, മോനെ പറയ്, എങ്ങനെയുണ്ടായിരുന്നു നിന്റെ ജീവിതം, യാത്ര എങ്ങനെയുണ്ടായിരുന്നു? വാപ്പ ഒരുപാട് കച്ചവടം ചെയ്തു, അത് വാങ്ങിച്ചു, ഇത് വാങ്ങിച്ചു. മോനെ, നിന്റെ പെങ്ങളുടെ അഭിമാനം നീ സൂക്ഷിച്ചിട്ടുണ്ടോ? നീ സത്യം പറ. അപ്പൊ എന്താണ് ചോദിക്കുന്നത്? മോനെ, നിന്റെ സ്വന്തം പെങ്ങൾക്ക് സംഭവിക്കരുത് എന്ന് നീ പേടിക്കുന്നത് നീ ചെയ്തിട്ടുണ്ടോ? വാപ്പ എന്നോട് ക്ഷമിക്കണം, പരിചയക്കാരിയായ ഒരു പെണ്ണിനെ ഞാൻ ഒരു പ്രാവശ്യം ഒരിക്കൽ ഒന്ന് ചുംബിച്ചിട്ടുണ്ട്. ഖാല സുബ്ഹാനല്ലാഹ്, മോനെ, നിന്റെ ആ ചുംബനത്തിന് പകരം അള്ളാഹു ഈ വീടിന്റെ ഉള്ളിൽ നിന്റെ പെങ്ങളുടെ അഭിമാനം ഹനിച്ചു കളഞ്ഞിട്ടുണ്ട്. നീ ഒരു ചുംബനം ചെയ്തതിന് ഈ വീട്ടിലൊരു ചുംബനം നടന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിന്റെ യാത്രയിൽ നിന്റെ പെങ്ങളെ നീ സൂക്ഷിക്കണമേ. നീ അവിടെ തെറ്റ് ചെയ്താൽ അതിന്റെ ഭാരം, അതിന്റെ ഫലം വീടിന്റെ ഉള്ളിൽ അല്ലാഹു കൊണ്ടുവരും. നിബിധങ്ങൾ പറയുമായിരുന്നു, ചെറുപ്പക്കാരെ അല്ലാത്തവരെ നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങൾ അന്യപുരുഷന്മാർ പെണ്ണുങ്ങളെ നോക്കരുത്. നിങ്ങൾ കണ്ണുകളെ സൂക്ഷിച്ചാൽ നിങ്ങളുടെ ഭാര്യമാർ കണ്ണുകളെ സൂക്ഷിക്കും. അവർക്ക് പിന്നെ വാട്സപ്പ് ബന്ധങ്ങൾ ഉണ്ടാവില്ല, ഫേസ്ബുക്ക് ബന്ധങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾക്കതുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യമാർക്കോ പെങ്ങൾക്കോ ആർക്കെങ്കിലും നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ അള്ളാഹു അത് വരുത്തി വെക്കും.
വാപ്പമാർക്ക് നന്മ ചെയ്തു കൊടുത്തോളൂ മക്കളെ, ഉമ്മമാർക്ക് നന്മ ചെയ്തു കൊടുത്തോളൂ മക്കളെ. നിങ്ങൾക്ക് നന്മ ചെയ്യാൻ നിങ്ങളുടെ മക്കളെ അള്ളാഹു തയ്യാറ് ചെയ്യും. ചെയ്തതിൻ ജസാഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ വമാ ജസാഉ സയ്യിഅത്തിൻ ഇല്ലാ സയ്യിഅത്തും മിസ്ലുഹാ. ഒരു തിന്മക്ക് ശിക്ഷ തിന്മയാണ്, ഒരു തെറ്റിന് ശിക്ഷ തെറ്റാണ്. അതുകൊണ്ട് നമ്മൾ ചെവി കൊണ്ടോ കാതുകൊണ്ടോ കണ്ണുകൊണ്ടോ തെറ്റ് ചെയ്താൽ അതിന് സമാനമായൊരു തെറ്റ് നമ്മൾ അറിയാതെ നമ്മുടെ വീട്ടിലോ നമ്മുടെ പെങ്ങളിലോ നമ്മുടെ അനുജന് വ്യഭിചാര ബന്ധങ്ങൾ കാണും. നമ്മുടെ ജ്യേഷ്ഠൻ രാത്രി അയാൾ കള്ളു കുടിക്കുന്നുണ്ടാകും, നിങ്ങൾ അറിഞ്ഞു കാണില്ല. പാതിരാ നേരത്ത് കയറി വരുന്നത് ഏതെങ്കിലും വീട്ടിൽ അന്യ പെണ്ണിനെ കയറി പിടിച്ചിട്ടായിരിക്കും, നിങ്ങൾ അറിയില്ല. നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങളുടെ കുടുംബം നന്നാവും. നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം അത് കാരണം ഫസാദാകും എന്ന് വലിയൊരു പാഠമാണ് ഉലമാ പഠിപ്പിക്കുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, നന്മ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മക്കൾ സൂക്ഷിക്കുന്നത് നമ്മൾ സൂക്ഷിച്ചാലാണ്. നമ്മളെ കാത് സൂക്ഷിച്ചാൽ അവരല്ലാഹു സൂക്ഷിക്കും. നമ്മുടെ കണ്ണിനെ സൂക്ഷിച്ചാൽ അവരല്ലാഹു സൂക്ഷിക്കും. നമ്മൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ നമ്മുടെ മക്കൾ കോളേജിലോ യൂണിവേഴ്സിറ്റികളിലോ ക്യാമ്പസിലോ പോയി തിരിച്ചു വരുമ്പോ അവരുടെ കണ്ണുകൾക്ക് അല്ലാഹു സൂക്ഷ്മത കൊടുക്കും. അല്ലാഹു സഹായിക്കട്ടെ, അല്ലാഹു സഹായിക്കട്ടെ, അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അതുകൊണ്ട് തിന്മകൾ പ്രചരിപ്പിക്കാൻ നോക്കല്ലിൻ. നിങ്ങളുടെ ഒരു കയ്യിലൂടെ ഏതെങ്കിലും ഒരു ഹറാമിന്റെ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ ഫോർവേഡ് ചെയ്തു എന്ന് വിചാരിക്കാം. ഒരു അനാവശ്യമായ മ്യൂസിക്കോ പാട്ടോ നിങ്ങളുടെ വാട്സപ്പിൽ നിന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുക, സെൻഡ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുക. അതിന്റെ പകരം നിങ്ങളുടെ കുടുംബത്തിൽ ആപത്ത് വരുമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ ഫലമായി അള്ളാഹു നിങ്ങളുടെ ദീനിൽ പരീക്ഷണം തരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കഴിഞ്ഞുപോയ കാലത്തെ തെറ്റുകൾ അള്ളാഹു പുറത്തു തരട്ടെ. അള്ളാഹുവിനോട് നമ്മൾ തൗബ ചെയ്ത് മടങ്ങുകയാണ്. അല്ലാഹ്, നീ തന്ന കണ്ണിന്റെ വില അറിയണമെങ്കിൽ ഒന്നുകിൽ കണ്ണിന് പഴുപ്പ് വരണം, അല്ലെങ്കിൽ കണ്ണ് കാണാത്തൊരു അന്ധനെ കാണണം. അപ്പോഴാ കണ്ണിന്റെ വില നമുക്ക് മനസ്സിലാകുന്നത്, അല്ലേ? കാതിന്റെ വില മനസ്സിലാവേണമെങ്കിൽ ചെവിക്ക് മെഷീൻ വെച്ച് നടക്കുന്നവരെ കാണണം, അല്ലെങ്കിൽ ചെവി കേൾക്കാത്തവനെ കാണുമ്പോഴാണ്. എന്തൊരു പരിഹാസമല്ലേ! രണ്ട് ചെവി കൊണ്ട് കേൾക്കാൻ അല്ലാഹു കഴിവ് തന്നിട്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഓരോ ജുമുഅയിലും 2 തവണ ഇമാം ഖുതുബയിൽ തന്നെ പറയുന്നുണ്ട്. എന്ത് സൂക്ഷ്മത! എന്താണ് നമ്മൾ സൂക്ഷിച്ചത്? കാത് സൂക്ഷിച്ചാൽ മനസ്സ് സൂക്ഷിക്കാൻ പറ്റും, കണ്ണ് സൂക്ഷിച്ചാൽ നമ്മുടെ ഈമാൻ സൂക്ഷിക്കപ്പെടും. അല്ലാഹു ഈ സമൂഹത്തിന് ഹിദായത്ത് നൽകി നിലനിർത്തുമാറാകട്ടെ. ഇന്നല്ലദീന യുഹിബ്ബൂൻ. ഗൗരവമുള്ള ആയത്താണ്. പാട്ട് പാടുന്നവരും പാടിപ്പിക്കുന്നവരും ആ പാട്ടുകളുടെ കാസറ്റ് വിൽക്കുന്നവരും അത് ഡൗൺലോഡ് ചെയ്യുന്നവരും അത് എത്തിച്ചു കൊടുക്കുന്നവരും മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന ആളുകളും കേൾക്കേണ്ട ആയത്താണിത്. സൂറത്തുൽ മുഅ്മിനൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. إن الذين يحبون വീടിന്റെ ഉള്ളിൽ നിന്ന് റൂം അടച്ചു വെച്ചിട്ട് യൂസർ ID ആർക്കും തിരിയാത്ത പേര് വെച്ച് ID ഉണ്ടാക്കിയിട്ട് മോശപ്പെട്ട വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന കള്ളന്മാർ കേൾക്കേണ്ടത്, സമൂഹത്തിന്റെ ഉള്ളിൽ ഫിത്നയുണ്ടാക്കാൻ, ഈ സമൂഹത്തിന്റെ മനസ്സുകളിൽ സംശയമുണ്ടാക്കാൻ, ഈ സമൂഹത്തിന്റെ മനസ്സിനെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ ഹറാമിന്റെ ക്ലിപ്പുകൾ ഉണ്ടാക്കി വിടുന്ന പാതിരാ കള്ളന്മാർ കേൾക്കേണ്ട ആയത്താണിത്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനൂ. സത്യവിശ്വാസികളായ ആളുകളുടെ ഉള്ളിൽ മോശപ്പെട്ടത് പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരെ, ആഗ്രഹിക്കുന്നവരെ, പിന്നെന്താ പ്രചരിപ്പിക്കുന്നവരെ പറ്റി എന്ത് പറയണം? സത്യവിശ്വാസികൾക്കിടയിൽ വേണ്ടാത്തത് പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ.
ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും അവർക്ക് ശിക്ഷയുണ്ട്. വല്ലാഹു യഅലമു, അല്ലാഹുവിനറിയാം ആരാണ് ഐഡി വെച്ച് വിട്ടത് എന്ന്. നാടും പേരും ഊരും തിരിയാത്ത ഐഡികൾ വെച്ച്, റാൻഡം നമ്പറുകൾ വെച്ച് നിനക്ക് ഐഡി ഉണ്ടാക്കി വിട്ടാൽ നീ വിചാരിച്ചുവല്ലേ നിന്നെ ആർക്കും അറിയില്ലെന്ന്. വല്ലാഹു യഅലം, അല്ലാഹുവിനറിയാം. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല എന്ന് വരും. ആരാണിത് അപ്ലോഡ് ചെയ്ത് വിടുന്നതെന്ന് അല്ലാഹുവിനറിയാം. സഹോദര, ഈമാൻ കയറിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്ന മുഅ്മിനാണെന്ന് വാദിക്കുന്നവരോടാ ഞാൻ പറയുന്നത്, മുഅ്മിനീങ്ങൾ ഫിത്നയുണ്ടാക്കണ്ട, ഫിത്ന പരത്തണ്ട. ഈ സമൂഹത്തിൽ മോശപ്പെട്ട ചിന്തകൾ ഉണ്ടാക്കുന്നത്, മോശപ്പെട്ട രീതിയിൽ ചിന്തിപ്പിക്കുന്നത് നീ അപ്ലോഡ് ചെയ്യണ്ട. വല്ലാഹു യഅലം, നിന്റെ ഐഡിയും അഡ്രസ്സും അല്ലാഹുവിനറിയാം. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കത് അറിഞ്ഞില്ല എന്ന് വരും. നോക്കണം ഈ ആയത്തിന്റെ പ്രസക്തി. ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് തിരിഞ്ഞില്ല എന്ന് വരും. ആരായി വിട്ട ആളുകൾ എടുത്തേരണ, ഇതിന്റെ സ്വന്തം അയലോകത്തേരനായി വിട്ടിട്ടുണ്ടാവുക. പേര് ലണ്ടൻ എന്നക്കാരവരുടെ പേര്, ലണ്ടൻ 2016 എന്നക്കാരെ പേര്. ആള് നിന്റെ മുമ്പിൽ കിടക്കുന്ന ആളാ. അല്ലാഹുവിനറിയാം. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് ഫിത്നയുണ്ടാക്കുന്നത്, എഴുതിവിടുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത്, ആഭാസത്തിന്റെ കഥകൾ എഴുതിവിടുന്നത്, ഒരു പെണ്ണിന്റെ ചാരിത്രം ഹനിക്കുന്നത്, ഒരു മനുഷ്യന്റെ ഇജ്ജത്തിനെ ഹനിക്കുന്നത്, ഒരു മനുഷ്യന്റെ അഭിമാനം ചതിപ്പെടുത്തുന്നത്, മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകളെ സംബന്ധിച്ച് പരസ്യപ്പെടുത്തുന്നത്, വ്യഭിചാരത്തിന്റെ കഥകൾ എഴുതിവിടുന്നത്, അനാവശ്യമായ പാട്ടുകൾ അപ്ലോഡ് ചെയ്യുന്നത്, അനാവശ്യമായ വീഡിയോ ക്ലിപ്പുകൾ കൊടുത്തുവിടുന്നത്, വെബ്സൈറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നത്, യൂട്യൂബിൽ നീ അപ്ലോഡ് ചെയ്യുന്നത്, ഫേസ്ബുക്കിൽ നീ പോസ്റ്റ് ചെയ്യുന്നത്. വല്ലാഹു യഅലം, അല്ലാഹുവിനറിയാം. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കൊരു പക്ഷേ അറിഞ്ഞില്ല എന്ന് വരും. അവർക്ക് ഈ ദുനിയാവിൽ ശിക്ഷയുണ്ട്. ലഹും അദാബുൻ അലീമുൻ, വേദനാജനകമായ ശിക്ഷയുണ്ട്. അവർക്ക് വരുന്ന അസുഖങ്ങൾ ശിക്ഷയാണ്, അവർക്ക് വരുന്ന ആപത്തുകൾ ശിക്ഷയാണ്, അവർക്ക് വരുന്ന അല്ലാഹു വരുത്തുന്ന അപകടങ്ങൾ അല്ലാഹു തരുന്ന ശിക്ഷകളാണ്. ഫിദ്ദുനിയാ വൽ ആഖിറ, ഇവിടെ ഇന്നാണ് പരലോകത്തും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രചരണങ്ങൾ വേണ്ട. സത്യവിശ്വാസികളായ പെണ്ണുങ്ങളുടെ ചാരിത്രം ഹനിക്കുന്നത്, വിചാരത്തിലേക്ക് തോന്നിപ്പിക്കുന്ന സംഭാഷണങ്ങൾ പോസ്റ്റ് ചെയ്തു വിടുന്നത്, ആരുടെയെങ്കിലും രഹസ്യങ്ങൾ ചോർത്തുന്നത്, ടെലിഫോൺ കോൺവെർസേഷൻസ്, വാട്സപ്പ് കോൺവെർസേഷൻസ് കട്ട് ചെയ്തെടുത്തിട്ട് പരസ്പരം വ്യഭിചാരത്തിന്റെ വാക്ക് പറയുന്ന, ഇക്കിളിപ്പെടുത്തുന്ന സംസാരങ്ങൾ പോസ്റ്റ് ചെയ്തോ കട്ട് ചെയ്തോ നീ വിട്ടാൽ വല്ലാഹു യഅലം, അല്ലാഹുവിനറിയാം ആരാണ് ചെയ്തതെന്ന്. വഅൻതും ലാ തഅലമൂൻ, അത് റിസീവ് ചെയ്ത നിങ്ങൾക്കറിയില്ലായിരിക്കാം. അവർക്ക് ഈ ദുനിയാവിലും നാളെ പരലോകത്തിലും ശിക്ഷയുണ്ട്, വേദനാജനകമായ ശിക്ഷയുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിഷയം ഗൗരവമാണ്. ഒരു തെറ്റ് ചെയ്താൽ മരണം ഖിയാമത്ത് നാൾ വരെ ചെയ്ത തെറ്റിന്റെ ശിക്ഷ കിട്ടുന്ന കാലമാണിത്. ഒരു ഗീബത്തോ നമീമത്തോ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലമാണോ അത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എത്ര കാലമാണോ ആളുകൾ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, അത്രയും കാലം നിങ്ങൾ ഒരാളെ പറ്റി ഗീബത്ത് പറഞ്ഞ കുറ്റമുണ്ടതിന്, തോന്നിവാസം പറഞ്ഞതിന്റെ കുറ്റമുണ്ട്, അനാവശ്യങ്ങൾ പോസ്റ്റ് ചെയ്തതിന്റെ കുറ്റം അതിനില്ലേ. ഖബറിൽ പോയി കടന്നാൽ തീരോ ഇത്? ഖബറിൽ പോയി കടന്നാൽ അവസാനിക്കുമോ ഇത്? 50 കൊല്ലം 500 കൊല്ലമൊക്കെ ഒരു മനുഷ്യൻ എന്നോ പറഞ്ഞു കൊടുത്തത്, എന്നോ പോസ്റ്റ് ചെയ്ത ഏതോ വീഡിയോ ക്ലിപ്പിന്റെ തിന്മകളുടെ കുറ്റം ഖബറിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാലമാണിത്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നന്മ ഇതിലേറെയാണ്. ഒരാൾ നന്മ ചെയ്താൽ എത്ര കാലം ആ നന്മ നിലനിൽക്കുന്നുണ്ടോ, കേട്ടതിന്മേൽ പിന്നെയും കേൾക്കുന്നത്, കണ്ടത് പിന്നാളുകൾക്ക് പോസ്റ്റ്, പിന്നെയും ഫോർവേഡ് ചെയ്തത്, പിന്നെയും ഫോർവേഡ് ചെയ്തത്, അങ്ങനെ നന്മ എത്തിച്ച് എത്ര പ്രചരണം ചെയ്തോ അതിന്റെ ഒക്കെ കൂലി ആദ്യം പ്രചരിപ്പിച്ചവന് കിട്ടും. അല്ലാഹ് എന്തൊരു ഖൈറാണ്. അതുകൊണ്ട് ഖൈറിലേക്ക് പോരിൻ, തിന്മക്ക് പോകണ്ട.